Hi friends, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ അതിലെ ബെല്ല് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒന്ന് റിസീവ് ചെയ്യാവുന്നത്. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മീൻ ഫ്രൈക്ക് വേണ്ടിയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ കൂടെ വെള്ളം കൂടെ ഒന്ന് കഴുകിയിട്ടായിരിക്കും മല്ലി മുളക് പൊടിയെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മീനിൽ മസാലയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഈ മീനിൻ്റെ പേരൊന്ന് ചീലാവ്.
ലച്ചുവിന് ഇഷ്ടപ്പെട്ട മിമ്മിയാണത്. ഓക്കെ, മിമ്മി കഴിച്ചിട്ട് പറയണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടാണ് ലച്ചു. പറയോ? ഹായ് മിമ്മി, ലച്ചുവിന്റെ മിമ്മി. ഓക്കെ, ഇനിയിപ്പോൾ ഈ 2 മീനും കൂടെ ഉള്ളൂ. 2 പീസും കൂടെ ഉള്ളപ്പോൾ അതും കൂടെ ചേർത്ത് തന്നെ കാണാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നോക്കാം. ബാലൻസ് ഇതിൽ വന്നേക്കുന്നത് ഇനി 1 മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 മീൻ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു ടിപ്പല്ല, നോർമലായിട്ട് തന്നെ ഇപ്പോൾ ഒന്ന് ചെന്നൈ അതുപോലെ തന്നെ ഈ ബീച്ച് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഫിഷ് ഫ്രൈ അവർ കൂടുതലൊന്ന് ഈ ഫുള്ള് മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രീസറിൽ വെച്ചേക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമാവും, ചിലപ്പോൾ 3 ദിവസമാവും. പിന്നെ അവിടുത്തെ ആ ഫിഷിൻ്റെ ആ മസാലയുടെ സ്മെല്ല് അറിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ മീനൊന്ന് എത്രത്തോളം ഫ്രഷാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴും മീനൊക്കെ ശ്രദ്ധിച്ചോണം കഴിക്കാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷായിട്ട് തന്നെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ് ടൈം ഒന്ന് ഞാൻ സ്ക്വിഡിൻ്റെ ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഇപ്പോൾ ഒന്ന് ഓൾറെഡി ഒന്ന് ഞണ്ടിൻ്റെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പച്ചക്കറിച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഒത്തിരി പേര് എന്ന് വെച്ചാൽ ഓരോരോ ഷാപ്പിലോ അല്ലെങ്കിൽ ഓരോരോ കടയിലൊക്കെ പോകുമ്പോൾ തന്നെ കള്ള് ഷാപ്പിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറിക്ക് വ്യത്യാസമാണ്. അതിൽ മസാല, ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച് ഞണ്ട് കറിയായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ കടൽ ഞണ്ടിനെ കാട്ടി ആറ്റ് ഞണ്ടിനാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ ആറ്റിലെ മീനൊക്കെ കിട്ടാൻ വേണ്ടി കരിമീൻ, ബ്രാല് അങ്ങനത്തെ മീനൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടമാണ്. കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതിൻ്റെ മീനിൻ്റെ മാംസത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അടുത്തൊരു മറു സൈഡും കൂടി തിരിച്ചിടാം. അത് ശ്രദ്ധിച്ചു വേണം എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അതിൻ്റെ മാംസമല്ല പൊടിഞ്ഞു.
നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിലൊന്ന് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ്, പുതിയ പുതിയ വെറൈറ്റിയിലെ ഫുഡായിരിക്കും. ഇതിലും ഫുഡെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ കൂടെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഓരോ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ഫുഡായിരിക്കും ഞാൻ ഇതിൽ നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യും. എങ്ങനെ നമ്മൾ വീട്ടിൽ ഈ ഹോട്ടൽ സ്റ്റൈലോ അല്ലെങ്കിൽ ചൈനീസ് സ്റ്റൈലോ അപ്പോൾ അത് തരത്തിലുള്ള ഫുഡൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള എല്ലാത്തിനും ടിപ്പ് ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നതാണ് കേരളത്തിൽ. നന്നായിട്ട് പെപ്പർ ഇട്ടിട്ടുണ്ട്, മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്. ഇത്രയും മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ.